ദേവൻ എന്ത് ചെയ്യും എന്നുള്ളത് ദേവൻ പ്രൂവ് ചെയ്യേണ്ടുന്ന ഒന്നാണ്. എന്തായാലും ഏറ്റവും ഒടുവിലുണ്ടായിരുന്ന 2 വരവുകാരും അവർ പോക്കുകാരും കൂടെ ആയിരുന്നു. വന്നു, കുറച്ചു കാലം നിന്നു, അവർ പോയി. അവർ രണ്ടുപേരും ഇപ്പോൾ CPM ഭീമൻ രഘു ആണെങ്കിൽ ട്രോളുകാരുടെ സ്ഥിര വരെയാണ്. ഇപ്പം നാട്ടുകാരെല്ലാം നിർത്തി പരിഹസിക്കുകയാണ്. ഭീമൻ രഘു പറയുന്നതെല്ലാം കോമഡിയും ചളിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് കഴിഞ്ഞ ദിവസം എത്ര ഹീനമായിട്ടാണ് ഭീമൻ രഘുവിനെ ആക്ഷേപിച്ചത്. ഈ BJP വിട്ടിട്ട് അങ്ങോട്ട് ചെന്നതാണ്. ഇവര് പത്തനാപുരത്ത് മത്സരിച്ചതാണ്. അതായത് 3 താരങ്ങൾ മത്സരിച്ച ഒരു തെരഞ്ഞെടുപ്പ് ഓർമ്മയുണ്ടല്ലോ. ഗണേഷ് കുമാർ, ജഗദീഷ്, ഭീമൻ രഘു. ഭയങ്കര കോമഡി അല്ലായിരുന്നു അവിടെ. ഇവര് എന്താണ്, എവിടെ നോക്കിയാലും സിനിമാടന്മാർ പത്തനാപുരത്ത്. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു പത്തനാപുരത്തെ രാഷ്ട്രീയം. ആർക്ക് വേണ്ടി പ്രചരണത്തിന് വന്നാണെന്ന് അറിയാം. എന്താണ്, ചില സിനിമാടന്മാരെ വിളിച്ചിട്ട് വന്നില്ല. സിനിമാക്കാർക്കിടയ്ക്ക് ഇതൊരു രൂക്ഷമായ പ്രശ്നത്തിന് വഴിവെച്ചു. കാര്യം ഗണേശ് വിളിക്കുന്നിടത്തൊക്കെ പലരും പോകും, സൂപ്പർ താരങ്ങളൊക്കെ വരും. ഭീമൻ രഘു വിളിക്കുന്നിടത്തൊന്നും ആരും വരില്ല. ഇഷ്ടമുണ്ടെങ്കിലും വരാൻ പറ്റൂല. അല്ലെങ്കിൽ ജഗദീഷ് വിളിക്കുന്നിടത്തും വരാൻ പറ്റൂല. ജഗദീഷ് കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ആകെപ്പാടെ തളർന്ന അവശനായി. ഞാൻ അദ്ദേഹത്തിന്റെ പ്രചരണമൊക്കെ നേരിട്ട് കണ്ട ഒരാളാണ്. പുള്ളിക്ക് ഒന്നും അങ്ങോട്ട് പറ്റാത്ത അവസ്ഥയായി. അവസാനം അസംതൃപ്തിയിലേക്ക് കാര്യങ്ങളെത്തി. പുള്ളിക്ക് മനസ്സിലായി ഇത് അവിടെ വലിയ രക്ഷയുള്ളൊരു കാര്യമല്ല പത്തനാപുരത്ത്. ഇത് താരപരിവേഷം കൊണ്ടൊന്നും ആരും വോട്ട് ചെയ്യില്ല. അങ്ങനെ ചിന്തിച്ചു പോയത് അബദ്ധമായി പോയി എന്നൊക്കെ ജഗദീഷിന് പിന്നെ തോന്നി. ഭീമൻ രഘു അതിന് നേരത്തെ തന്നെ എടുത്തു. കാര്യം കൂടെ വരാൻ പോലും 10 പേരില്ലാത്ത അവസ്ഥയായി. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഭീമൻ രഘു അത് പറയുകയും ചെയ്തു. എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് ഭീമൻ രഘു ഇപ്പോൾ CPM പോയി. ഇദ്ദേഹം എന്താണ്, മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ എഴുന്നേറ്റ് നിന്ന് കാണിച്ച പ്രകടനം, അതിനുശേഷം ഇങ്ങോട്ട് ട്രോളുകളാണ്. ഇന്നലെ അതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ ദേവനും കൂടെ വന്നിരിക്കുന്നത്. ദേവന് ഇന്നലെ ഈ സ്ഥാനലബ്ധിക്ക് പിന്നാലെ ഒരു മാധ്യമപ്രവർത്തകൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് കണ്ടു. ഇദ്ദേഹം ഇനി ഇവിടുന്ന് രാജിവെച്ച് AKG സെന്ററിൽ പോയി CPM ചേർന്ന് അവിടുന്ന് വന്ന് പിണറായി വിജയനെ സല്യൂട്ട് ചെയ്യുന്ന ദൃശ്യമെന്ന് ആലോചിച്ച് നോക്കാൻ. ഈ ദേവനെ സംബന്ധിച്ച് ദേവൻ പണ്ട് തന്നെ പറയുന്നൊരു കാര്യമാണ്. അദ്ദേഹം ചില സിനിമകളിലൊക്കെ പ്രധാന വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, നായകന്റെ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിലും വില്ലൻ എന്നുള്ള നിലയ്ക്കാണ് ദേവൻ മലയാളി ചലച്ചിത്ര പ്രേക്ഷകരുടെ സൗമ്യനുമായ വില്ലൻ. അത് ദേവൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഈ നായകനേക്കാൾ കൂടുതൽ സുന്ദരനാണ് താൻ എന്നുള്ളതുകൊണ്ട് സത്യവുമാണ്. പലപ്പോഴും അവസരങ്ങൾ കിട്ടാതെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു നായകനാകാനൊക്കെ പുള്ളിക്ക് അത്രയും പെർഫോം ചെയ്യാനൊക്കെ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ മിക്ക സിനിമകളിലും മമ്മൂട്ടിയേക്കാൾ സുന്ദരനാണ് ദേവൻ, അല്ലെങ്കിൽ മോഹൻലാലിനേക്കാൾ സുന്ദരനാണ് ദേവൻ, സുരേഷ് ഗോപിയേക്കാൾ സുന്ദരനാണ് ദേവൻ. അങ്ങനെ ഒരു സംഭവമുണ്ട്. അത് ദേവൻ എടുത്ത് പറയുകയും ചെയ്യും. അതുകൊണ്ടാണ് എനിക്ക് പലപ്പോഴും അവസരം കിട്ടാതെ പോയത് എന്നും പറയും. 2004 ഉപതെരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരിയിൽ, അതായത് മുരളീധരൻ തോറ്റ തെരഞ്ഞെടുപ്പ്, മുരളീധരൻ KPCC പ്രസിഡന്റായിരുന്ന മുരളീധരൻ രാജിവെച്ച് മന്ത്രി ജയിക്കാൻ വേണ്ടിയിട്ട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റു. ആ തെരഞ്ഞെടുപ്പിൽ ദേവനും മത്സരിച്ചു. അവിടെ 10 സ്ഥാനാർത്ഥികളെ മറ്റും ഉണ്ടായിരുന്നു. അവിടെ 6ാം സ്ഥാനത്ത് വന്ന മികച്ച, അത്യാവശ്യം നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു സ്ഥാനാർത്ഥിയായിരുന്നു ദേവൻ. 10ാം സ്ഥാനം എന്ന് പറയുമ്പോൾ അവിടെ UDF, LDF, BJP, അതിനുശേഷമാണ് അദ്ദേഹം രൂപീകരിച്ച പുതിയ പാർട്ടി KPP, കേരള പീപ്പിൾസ് പാർട്ടി. ഇപ്പൊ എന്തായാലും ഇപ്പൊ ആശാനിപ്പോ ഈ BJP സംഗതി പാർട്ടി അങ്ങ് ലയിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതായത് BJP ചേർന്നോ? അല്ല, BJP ചേർന്നല്ല, ഞാനും എൻ്റെ പാർട്ടിയും കൂടെ BJP ലയിക്കുകയാണ് ഉണ്ടായത്. ദേവൻ ലയിക്കുമ്പോൾ തന്നെ പാർട്ടി ലയിച്ചു. കാര്യം ഈ പറഞ്ഞ പോലെ വലിയ വേരുകളുള്ള ഒരു പാർട്ടിയൊന്നും അല്ലല്ലോ. ദേവനെ ഉപയോഗിച്ച് എന്തായിരിക്കും ഇനി BJP ഇവിടെ നടത്താൻ പോകുന്നതെന്നുള്ളതാണ്. അല്ല, ഇവിടെ നമ്മൾ പറഞ്ഞ ഈ ഭീമൻ രഘുവിൻ്റെയോ അല്ലെങ്കിൽ രാജസേനൻ്റെയോ പോലെയല്ല താൻ എന്നാണ് ദേവൻ തന്നെ പറയുന്നത്. കാരണം അവരൊക്കെ ഈ ഒരു സിനിമാ നടൻ എന്നൊരു പരിവേഷവുമായി രാഷ്ട്രീയത്തിലേക്ക് വന്നതാണ്. താൻ അങ്ങനെയല്ല എന്ന്, തനിക്കിങ്ങനെ സ്വന്തമായിട്ട് ഒരു പാർട്ടി രൂപീകരിച്ച് പ്രവർത്തിച്ചതിൻ്റെയും മത്സരിച്ചതിൻ്റെയും ഒക്കെ പാരമ്പര്യമുണ്ടെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ദേവൻ പറഞ്ഞത് തന്നെ നമുക്കൊന്ന് കേൾക്കാം. ഞാൻ പറഞ്ഞ ജനങ്ങൾ തമ്മിലുള്ള അകൽച്ചയുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? ഒരു മതം വേറൊരു മതത്തിന് ഇഷ്ടമില്ല, ആ മതം വേറൊരു മതത്തിന് ഇഷ്ടമില്ല. അപ്പോൾ എൻ്റെ ഒരു ദൗത്യം ഈ മതങ്ങൾ തമ്മിലുള്ള ഒരു ബ്രിഡ്ജാണ്, ഒരു പാലം. അവരുടെ ആകാംക്ഷകൾ, അവരുടെ സംശയങ്ങൾ തീർക്കാനായിട്ട് ഞാൻ വിചാരിച്ചാൽ നടക്കും. അവർക്ക് കാലാകാലങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള മീഡിയ ആൻഡ് ഓപ്പോസിഷൻ പാർട്ടികൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മാനസികമായ അടിമത്തമുണ്ട്. BJPയും RSSും ഭീകരന്മാരാണെന്നുള്ള ഒരു തെറ്റായ ധാരണയുണ്ട്. അതിനെ മാറ്റാനായിട്ട് ആ ഒരു ഫിയറിനെ, ആ അപകടത്തെ മാറ്റാനായിട്ട് എൻ്റെ അഭിപ്രായത്തിൽ BJPയോ RSSോ ശ്രമം നടത്തിയിട്ടില്ല. ഒരു ഹിന്ദു മുസ്ലിംസിനെ ഇന്ത്യയിൽ നിന്ന് ഓടിക്കണം എന്ന് പറയുന്ന ഒരു ഹിന്ദു അല്ലാന്ന്. ഇതെൻ്റെ വാക്കല്ല, മോഹൻ ഭഗവത്ജിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ്. ഒരു ഹിന്ദു ഹു വാണ്ട്സ് ടു സെൻഡ് ഓൾ മുസ്ലിംസ് ഫ്രം ഇന്ത്യ ഇസ് നോട്ട് എ ഹിന്ദു എന്ന് ആരാ പറയുന്നത്? മോഹൻ ഭഗവത്ജി, RSSൻ്റെ ഏറ്റവും ടോപ്പ് ലീഡറാണ്. അതിനെ ഫോളോ അപ്പ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ല. അതിനെ ഫോളോ അപ്പ് ചെയ്യാനാണ് എൻ്റെ ദൗത്യം കേരളത്തിൽ.
ദേവൻ BJPയിൽ വന്നിട്ട് എന്ത് ചെയ്യാനാണ് എന്ന ചോദ്യമായിരുന്നു ബിനോയ് ചോദിച്ചത്. അതിപ്പോൾ വ്യക്തമായല്ലോ. അദ്ദേഹത്തിൻ്റെ ദൗത്യം എന്താണ് BJPയിൽ അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ ദേവൻ്റെ ദൗത്യം എന്താണ് എന്ന് അദ്ദേഹം തന്നെ വളരെ വ്യക്തമായിട്ട് ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. ഇവിടെ മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ ഉണ്ട്, ആ സ്പർദ്ധ ഇല്ലാതാക്കുക, അവർക്കിടയിൽ മതങ്ങൾക്കിടയിൽ ഒരു ബ്രിഡ്ജായിട്ട് പ്രവർത്തിക്കുക എന്നതാണ് തൻ്റെ ദൗത്യം. അതിനാണ് BJPയിൽ ചേർന്നത്. BJPയിൽ ചേർന്ന് ആ ദൗത്യം നിർവഹിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതാണ് പറയുന്നത്. 2004 അദ്ദേഹം KPP ഉണ്ടാക്കി. ആ രാഷ്ട്രീയ പാരമ്പര്യത്തിൽ നിന്ന് ഇപ്പോൾ 19 വർഷങ്ങൾ കഴിഞ്ഞു. കറക്റ്റ് 20 വർഷം ആകാൻ പോകുന്നു. 2024 ആകുമ്പോൾ 2 പതിറ്റാണ്ടിൻ്റെ 2 പതിറ്റാണ്ട് കൊണ്ട് ഇദ്ദേഹം പഠിച്ചത് ഇതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നതാണ്, മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധയാണ്. അതായത് മനുഷ്യൻ്റെ തൊഴിലോ അവൻ്റെ വിശപ്പോ അവൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളോ അവൻ്റെ തൊഴിലില്ലായ്മയോ അവൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളോ ഇതൊന്നുമല്ല അദ്ദേഹം കാണുന്ന കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. മതങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. അതങ്ങോട്ട് പരിഹരിക്കാനാണ് ഞാൻ വരുന്നത്. മതങ്ങൾ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കണമെങ്കിൽ മതങ്ങൾ ഇല്ലാതാവണം. മതങ്ങളുള്ള കാലത്തോളം മതങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളും എങ്ങനെ ഉണ്ടാവും? മതങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഇല്ലാത്തൊരു സ്ഥലമാണ് കേരളം. താരതമ്യേന കേരളത്തിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇല്ലല്ലോ. എന്നാൽ ചെറിയ മാത്രമല്ല അത് പരിഹരിക്കാനായിട്ട് അദ്ദേഹം BJPയിൽ ചേർന്ന് അല്ല, ഈ 20 കൊല്ലം ഈ മനുഷ്യൻ ഈ പാർട്ടി കൊണ്ട് എന്താണ് ചെയ്തതെന്നാണ്, ആ പാർട്ടി കൊണ്ട് ഇയാൾ നടത്തിക്കൊണ്ടിരുന്ന പാർട്ടി കൊണ്ട് എന്താണ് ചെയ്തതെന്നാണ് എൻ്റെ സംശയം. 20 കൊല്ലം കൊണ്ട് ഇദ്ദേഹം പറഞ്ഞ എന്താണ്, മോഹൻ ഭാഗവത് ജിയുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. 20 കൊല്ലം കൊണ്ട് ഇയാൾ പഠിക്കുകയായിരുന്നു, സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കി മറ്റേ പാർട്ടിയുടെ നേതാവ് പറഞ്ഞത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും കൊള്ളാം. ഈ ദേവനെ ഇവർക്ക് പ്രയോജനപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ വിമൻ്റെ ഹൂം രാജസേനൊക്കെ പോലെ പ്രയോജനപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ വിടവ് നികത്താൻ ദേവനെ കൊണ്ട് കഴിയും. കൂടുതൽ താരങ്ങളെയും പ്രതീക്ഷിക്കാം രാഷ്ട്രീയ രംഗത്തേക്ക്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.